ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജിയാസ് ഫാഡിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയാണ്. അപ്പം ഞാൻ കഞ്ഞിക്ക് നമ്മുടെ ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചുട്ട്. ഇന്ന് ഇടിയപ്പമാണ്, അതിനുള്ള മാവ് തയ്യാറാക്കാനുള്ള വെള്ളം വെച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടാണ്. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിൻ്റെ മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴയ്ക്കണം. ഭയങ്കര ചൂടാണ്. അപ്പോൾ ആറിയിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ചോറ് വയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇറക്കി റൈസ് കുക്കറിനകത്ത് വെച്ച് കൊടുക്കാം. റൈസ് കുക്കറിന് അടച്ചു കൊടുക്കാം. മാവ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും ഇടിയപ്പവും ആണ് ഇന്നത്തെ കാപ്പി. അടച്ചു വെച്ചെടുക്കാം. എനിക്കുള്ള ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം തയ്യാറാക്കാനുള്ളൊരു ഇഡലിക്കുട്ടം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അടച്ചു കൊടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്, വെച്ച് കൊടുക്കാം. ഇനി ഇടിയപ്പം ഇതിലാണ് ഞാൻ പിഴിഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ വീശപ്പം പോലെ വലുതായിട്ട് എടുക്കും. അപ്പം അത് ഒന്ന് തയ്യാറാക്കാം. ഇതിലൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇടിയപ്പത്തിൻ്റെ മാവ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇഡലിക്കുട്ടത്തിലോട്ട് വെച്ച് കൊടുക്കാം. അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് പറഞ്ഞ ഈ മുട്ടക്കറി കൂടെ ഒന്ന് തയ്യാറാക്കാം. അതിലേക്ക് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തു. കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. ആവശ്യത്തിന് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം ഒന്ന് തണുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇടിയപ്പം പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ബാക്കി ഇതേപോലെ ചെയ്തെടുക്കാം. ഉള്ളി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇന്നത്തെ മുട്ടക്കറി, കാപ്പിക്കുള്ള മുട്ടക്കറി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കി. ഇന്നത്തെ മുട്ടക്കറിയും ഇടിയപ്പവും കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചത്തെ ഭക്ഷണങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ തോരൻ ഇതാണ്. പൈനാപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ പൃത്തിച്ചക്ക എന്നും പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ തോരൻ. ഇതൊന്ന് ചെത്തി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ചക്ക അവിയൽ, മീൻകറി, പൃത്തിച്ചക്ക തോരന്, അതായത് പൈനാപ്പിൾ തോരൻ വെച്ച് കടായി വെച്ചു. കടായി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് 1/4 ടീസ്പൂൺ ഇട്ടു. ഇതിലേക്ക് ഒരു ചെറിയ പൈനാപ്പിളും 1 സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിന് തോരത്തിന് അരച്ച് വെച്ചിരുന്ന അരപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചോറ് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിച്ച് കൊടുക്കാം. അത് വെള്ളം കുറഞ്ഞു പോയി. ഇപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിച്ച് കൊടുക്കാം. ചക്ക അവിയലിന് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച അരപ്പം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കാം. വയ്ക്കാം. അപ്പോൾ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ചെറിയ പുളിപ്പും ഒരു ചെറിയ മധുരവും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി മാറ്റാം.
ഇതിലേക്ക് ചക്ക വെച്ച് കൊടുക്കാം. ചക്ക ഞാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഓൾറെഡി അരച്ചിട്ടുണ്ട്, എങ്കിലും കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ മുളക്, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും ചതച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ മീൻ അയല തന്നെയാണ്. മീനൊന്നുമില്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2 അയല എടുത്തിട്ടുണ്ട്. മുളക് കറിയാണ് ഞാൻ വയ്ക്കണത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. ആദ്യം തന്നെ മീനൊന്ന് വെട്ടിയെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. കവിയലൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കും. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഊറ്റിയെടുക്കാം. ഐസിൻ്റെ അല്ല, കടയിൽ നിന്ന് നമ്മൾ തൂക്കി വെച്ചതാണ്. നല്ല മീൻ. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് മീൻ കറി തയ്യാറാക്കാൻ. മീൻ കറി, മുളക് കറി വയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇത്ര പുളി മതി, കാരണം ഭയങ്കര പുളിപ്പാണിത്. കുടംപുളിയാണിത്. ഇത് തന്നെ കൂടുതലെന്ന് എനിക്ക് തോന്നും. 2 മീനേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് കഴുകി ഉപ്പിലിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുത്താണ് ഇട്ട് കൊടുക്കുക. കീറിയിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളയ്ക്കണം. നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ വറക്കിട്ട് കൊടുക്കാം. ഒരു രസം കൂടെ തയ്യാറാക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ചോറൊന്ന് വെള്ളം തോർത്തിയെടുക്കാം. ഊറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം തോർത്തിയെടുക്കാം. നോക്കാം. ഇതെല്ലാം തെറ്റിയിട്ടിരിപ്പുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റണം. രസം തയ്യാറാക്കാൻ കടായി വെച്ചു. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പുളിയും ഉപ്പും കൂടെയാണ് പിഴിഞ്ഞത്. ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ കുരുമുളക് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കായപ്പൊടി എല്ലാം ചേർത്ത് തയ്യാറാക്കിയ സൂപ്പർ രസം. ഇന്നത്തെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കാം. എൻ്റെ ഒരു ദിവസം ആണ് ഇതെല്ലാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.